ഏത് ക്യൂസിൻ എടുത്ത് നോക്കിയാലും അവിടെ സീസണൽ ഡിഷസ് നമുക്ക് കാണാൻ സാധിക്കും. കേരളീയരുടെ അങ്ങനെയുള്ള ഒരു സീസണൽ ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മാമ്പഴ പുളിശ്ശേരി. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ചന്ദ്രക്കാരൻ മാമ്പഴം പോലുള്ള ചെറിയ മാമ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളിന്നിവിടെ 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് 6 ചെറിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ മാമ്പഴം കിട്ടാനില്ലെങ്കിൽ മാത്രം വലിയ മാമ്പഴം ഉപയോഗിച്ചും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാവുന്നതാണ്. ആദ്യമായി ഇതിലേക്ക് പച്ചമുളക് 3 എണ്ണം നടുവേ കീറിയത്, കറിവേപ്പില 1-2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അടുത്തതായി 1 ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായി 2 കപ്പ് വെള്ളം. നന്നായിട്ട് കുറുകിയ മാമ്പഴ പുളിശ്ശേരിയാണ് വേണ്ടതെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചുവെച്ച് ഏകദേശം 8 മിനിറ്റ് നേരം വേവിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഇവിടെ ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 വെളുത്തുള്ളിയുടെ അല്ലി, ചെറിയുള്ളി 3 എണ്ണം, അരയ്ക്കാൻ ആവശ്യമായ വെള്ളം 1/4 കപ്പ്. ഇനി ഇത് അരച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണ്ട, ഇതുപോലെ അരച്ചാൽ മതിയാകും. ഇനി ഇത് മാറ്റിവെക്കുക. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന മാമ്പഴം ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങ ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങയുടെ പച്ചച്ചുവയൊന്ന് മാറുന്നതിനായിട്ട് ഏകദേശം 1.5-2 മിനിറ്റ് നേരം തുറന്നു വെച്ച് തിളപ്പിക്കുക. ഇതിപ്പോൾ ഏകദേശം 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം. അതിനു മുമ്പായിട്ട് തീ ഓഫ് ചെയ്യുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തൈര് ചേർത്താൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് ഏകദേശം 10-15 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്ത ശേഷം വേണം തൈര് ചേർക്കാൻ. ഇത് മീഡിയം പുളിയുള്ള നന്നായിട്ട് അടിച്ചെടുത്ത തൈര് 1/4 കപ്പ്. അതോടൊപ്പം തന്നെ ഉപ്പ് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ തൈരിന്റെ പുളി അനുസരിച്ചിട്ട് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈരിന്റെ പുളി മാത്രമല്ല, മാമ്പഴത്തിന്റെ പുളി അനുസരിച്ചിട്ടും ഉപ്പിന്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് ഈ അവസരത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഉപ്പിന്റെ അളവ് ക്രമീകരിക്കുക. ശ്രദ്ധിക്കുക, തൈര് ചേർത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ചൂടാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ചില മാമ്പഴത്തിന് മധുരം കുറവായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യത്തിന് മധുരമില്ലെങ്കിൽ ഇതുപോലെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഉണക്കമുളക് 3 എണ്ണം നടുവേ മുറിച്ചത്, ചെറിയുള്ളി 5 എണ്ണം സ്ലൈസ് ചെയ്തത്, കറിവേപ്പില 2-3 തണ്ട്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയുള്ളി ഗോൾഡൻ കളർ ആവുന്നതുവരെ വേണം ഫ്രൈ ചെയ്യാൻ. ചെറിയുള്ളി ഇതുപോലെ ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് ഉടനെ ഇളക്കരുത്, നേരെ മറിച്ച് കുറഞ്ഞത് 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും അടച്ചു വെക്കുക. 10-15 മിനിറ്റിന് ശേഷമോ അതല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടോ തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഗ്രേവി അല്പം ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അല്പനേരം ഒന്ന് ഇരുന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കുറുകി വരും. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾ വലിയ മാമ്പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അളവിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ മാമ്പഴം 3 എണ്ണം എടുത്താൽ മതിയാകും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. Thanks for watching.